ഹലോ ഡിയേഴ്സ്, ഇനി സവാള ഒന്നും വഴറ്റി സമയം കളയണ്ട. നമുക്ക് പെട്ടെന്ന് ഒരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 3 കാശ്മീരി മുളക് ഹോട്ട് വാട്ടറിൽ ഒന്ന് സോക്ക് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 കഷ്ണം പട്ട, പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിക്ക. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതുണ്ടാക്കുന്നതിന് വേണ്ടി 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഒരു സവാള ഒന്ന് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് കൈകൊണ്ട് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് പ്രഷർ കുക്കറിൽ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 6 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 5 വിസിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കുക്കറിന്റെ പ്രഷർ ഫുള്ള് റിലീസായി കിട്ടിയ സമയത്ത് ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബീഫ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പിലയും 2 ഉണക്കമുളകും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുമില്ല, നന്നായിട്ടൊന്ന് പറ്റിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് റോസ്റ്റിന്റെ റെസിപ്പിയാണ് ഇത്. ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്തെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ടും റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏത് രീതിയിലാണ് വേണ്ടത് അതുപോലെ തയ്യാറാക്കി എടുക്കുക. നല്ല അടിപൊളിയാണ്. ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി വിതറി സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.